ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ കാറിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നവ്യ അവനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് പോകുന്നത് കാരണം കറക്കമൊക്കെ ആയിരിക്കും അല്ലേ എന്ന് ചോദിക്കും. ഏയ് അങ്ങനെയൊന്നുമില്ല മോളെ, നീ പോയതിൻ്റെ സങ്കടത്തിലിരിക്കുക എന്നൊക്കെ പറയും. എന്തിനാ അഭി നീ വെറുതെ ഇങ്ങനെ നുണ പറയുന്നത്? ഞാൻ പോയതിൽ നിനക്ക് നിൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പോകുന്നത് കാരണം നിങ്ങൾ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയും. അങ്ങനെ ഒന്നുമില്ല മോളെ, നിന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുന്നേ ഇല്ല. നീ ഇവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന നിൻ്റെ വില. നിന്നെ കാണാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വരെ വരുന്നുണ്ട്. ഇന്നലെ വൈകിട്ടാണ് എനിക്ക് കരയാൻ തോന്നിയെന്നൊക്കെ പറയും. നീ ഇങ്ങനെ മോളെ എന്നൊന്നും വിളിക്കണ്ട, ഇതിലൊന്നും ഒരു ആത്മാർത്ഥതയില്ലെന്ന് എനിക്കറിയാവുന്ന കാര്യമല്ലേ എന്ന് നവ്യ പറയുന്നുണ്ട്. അതല്ല മോളെ, ഞാൻ നിന്നെ കാണാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നൊക്കെ പറയും. നീ ഇങ്ങനെയൊക്കെ പലതും പറയുമെന്ന് എനിക്കറിയാം, പക്ഷേ നിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. പിന്നെ വല്ലതും വിശേഷമുണ്ടോ എന്നറിയാനായിട്ട് ഞാൻ വിളിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ നവ്യ പറയും. ഇന്നലെ തന്നെ ചടങ്ങ് നടക്കുന്ന സമയത്ത് നീ മുല്ലപ്പൂ മേടിക്കാനാന്ന് പറഞ്ഞൊരു പോക്ക് പോയിട്ട് എപ്പോഴാണ് വന്നത്? അതൊക്കെ പല കാരണങ്ങൾ കൊണ്ടാണെന്നൊക്കെ എനിക്കറിയാവുന്നതാണ്. നീ ആരാണ്ടെയോ കാണാൻ പോയിട്ട് താമസിച്ച് വന്നതല്ലേ? പിന്നെ മുത്തശ്ശനെ പേടിച്ച സമയത്ത് വന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വെക്കുന്നുണ്ട് ഫോണ് നവ്യ. അപ്പോൾ അങ്ങോട്ട് വരുന്ന നയനയോട് നവ്യ പറയുന്നുണ്ട്, അഭിയാണ് വിളിച്ചത്, അവൻ വിളിക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ, അങ്ങനെ ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ പറയും. അന്നേരത്തേന് നയന പറയുന്നുണ്ട്, അവനെ വിശ്വസിക്കരുത് ചേച്ചി, അവൻ്റെ സ്നേഹമൊക്കെ വെറും കാപട്യമായിരിക്കും എന്നൊക്കെ പറയും. അതിന് ഞാൻ അവനെ വിശ്വസിച്ചിട്ടൊന്നുമില്ല. പിന്നെ അവൻ ചിലപ്പോൾ മുത്തശ്ശനെയോ മുത്തശ്ശിയോ വല്ലതും പേടിച്ചിട്ടായിരിക്കും എന്നെ ഒന്ന് വിളിച്ചത്, അതേ ഉള്ളൂ. പിന്നെ ഞാൻ അവനെ അങ്ങനെ ഒന്നിനും ആഗ്രഹത്തോടെ ഒന്നും കരുതുന്നില്ല. അവൻ എന്നെ നന്നായിട്ട് നോക്കുമെന്നുള്ള വിചാരവും എനിക്കില്ലെന്ന് പറയും. അന്നേരത്തേന് നയന പറയുന്നുണ്ട്, ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ചേച്ചിക്കും കുഞ്ഞിനും ഒരു കുറവും ഉണ്ടാകാതെ നോക്കിക്കോളാം ഞാനും ആദർശേട്ടനും എന്ന് പറയും. അന്നേരത്തേന് നവ്യ പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ തന്നെന്ന് പറഞ്ഞാലും ഭർത്താവിൻ്റെ കുറവ് ഒരു വല്ലാത്ത കുറവ് തന്നെയല്ലേ മോളെന്ന് ചോദിക്കും. അത് ശരിയാണ് എന്ന് നയനയും പറയുന്നുണ്ട്. പിന്നെ ചേച്ചി നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാം ശരിയായി വരും, അഭി നന്നാകും എന്നൊക്കെ പറയും. ദൈവത്തിന് പോലും അവനെ വേണ്ടാത്തതാന്നൊക്കെ പറഞ്ഞ് നവ്യ അങ്ങ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹാളിലിരുന്ന് ഗോവിന്ദനും കനകയും നന്ദുവും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് നയനയുടെയും ദേവയാനിയുടെയും കള്ളക്കളി പൊളിക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ കനക പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ഏക്കുമെന്ന് തോന്നുന്നില്ല ഗോവിന്ദേട്ട, അതുകൊണ്ട് ഗോവിന്ദേട്ടൻ പറയണം. ഗോവിന്ദേട്ടൻ അങ്ങനെ മക്കളോടൊന്നും പ്രത്യേകിച്ച് ദേഷ്യപ്പെട്ടൊന്നും സംസാരിക്കാത്തതല്ലേ, അതുകൊണ്ട് ഗോവിന്ദേട്ടൻ പറഞ്ഞാൽ അത് ഏക്കും, ഒന്ന് പറഞ്ഞു നോക്കാമെന്നൊക്കെ പറയും. ഞാൻ പറയണോ എന്നൊക്കെ ഗോവിന്ദൻ ആദ്യം ചോദിക്കുന്നുണ്ട്. അത് സാരമില്ല, ഗോവിന്ദേട്ടൻ പറഞ്ഞു, ഞങ്ങൾ കട്ടയ്ക്ക് കൂടെ നിന്നോളാമെന്ന് നന്ദുവും കനകയും പറയുന്നുണ്ട്. ആ സമയത്ത് അങ്ങോട്ട് അപ്പോൾ നയന വരുന്നുണ്ട്. അപ്പോൾ നയന വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നു, നിങ്ങൾ 3 പേരും കൂടി ഇരുന്ന് എന്താ ഇത് മാത്രം ചർച്ച ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പം ഗോവിന്ദൻ പറയും, എങ്ങനെ ചർച്ച ചെയ്യാതിരിക്കും, ഞങ്ങൾ അവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് നേരിട്ട അനുഭവം അങ്ങനെയല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ അച്ഛാ, എന്താ പറ്റിയെന്ന് ഉടനെ നയന ചോദിക്കും. മോളുടെ അമ്മായിയമ്മ മോളെ ഒരു വേലക്കാരിയെ പോലെ പോലും അവിടെ കരുതുന്നില്ലല്ലോ, മോക്കൊരു സ്ഥാനവും ആ വീട്ടിൽ തരുന്നില്ല, ഞങ്ങളോടും ദേവയാനി പെരുമാറിയത് ഒട്ടും ശരിയായില്ല എന്നൊക്കെ പറയും. അപ്പോൾ നവ്യ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നവ്യ പറയും, ഇപ്പോൾ എന്നെ അച്ഛാ ഇങ്ങനെ പറയുന്നത്, ഇതുവരെ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. ഇപ്പം പറയണമെന്ന് തോന്നി, ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് ആലോചിക്കുന്ന ഇങ്ങനൊരു കാര്യം പറയണമെന്ന്. ഈ പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ട് വന്നത് തന്നെ ദേവയാനിയുടെ പ്രതികരണം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ മോൾക്ക് അവിടെ ഒരു സ്ഥാനവും ഇല്ലെന്ന്, അതുകൊണ്ട് ഇനി മോളെ അങ്ങോട്ട് വിടുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്നുകൂടെ ആലോചിക്കണമെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ നവ്യയ്ക്കും നയനയ്ക്കും സങ്കടമാകുന്നുണ്ട്. അപ്പം നയന പറയും, അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, ആദർശേട്ടനാണ് എന്നെ ഒരുപാട് സ്നേഹമാണല്ലോ എന്നൊക്കെ പറയും. അതിനെന്താ, ആദർശന് സ്നേഹമാണെങ്കിൽ ആദർശമോൻ വന്ന് മോളെ ഇവിടെ വന്ന് കണ്ടോളും, അതുകൊണ്ട് ഇനി മോൾ അങ്ങോട്ട് ഇനിയും പോകുന്നേ ഇല്ലെന്നൊക്കെ പറയും. അപ്പോൾ കനക അതിനെ ഇടയ്ക്ക് കയറി പറയാൻ നോക്കുന്നുണ്ട്, ശരിയാ ഗോവിന്ദേട്ടൻ പറഞ്ഞ് ശരിയാന്നൊക്കെ. ഉടനെ ഗോവിന്ദൻ പറയും, മിണ്ടരുത്, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കയറി സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് കനകയോടും ദേഷ്യപ്പെടും. അപ്പോൾ കനകയ്ക്കും നന്ദുവിനും അത്ഭുതമാകും, ഇതെന്തൊരു അഭിനയമാണ്, ഇവർ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നന്നായിട്ട് ഗോവിന്ദൻ പെർഫോം ചെയ്യുന്നുണ്ട്. അന്നേരം നവ്യയ്ക്കാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് നയനയോട്. പക്ഷേ ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളുടെ അമ്മായിയമ്മയെ പോലെയോ അഭിയെ പോലെയോ ഒന്നും അല്ല നമ്മൾ ദേവയാനിയെ കാണേണ്ടത്, കാരണം നയന മോളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെ കൊടുത്താണ് ദേവയാനിയെ രക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പരിഗണനയൊക്കെ കിട്ടണ്ടേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നയന പറയുന്നുണ്ട്, അച്ഛാ അതിന് അമ്മ ഇതൊന്നും സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട്
അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒക്കെ പെരുമാറുന്നതെന്ന്. അത് പറയേണ്ടവർ കറക്റ്റ് സമയത്ത് പറഞ്ഞു കൊടുക്കണമായിരുന്നു. ഇപ്പോൾ അത് കാരണം ഞങ്ങൾ അവിടെ വന്നപ്പോൾ ശരിക്കും അപമാനിക്കപ്പെട്ടില്ലേ. മോളോടും ദേവയാനിക്ക് സ്നേഹമില്ല, ഞങ്ങളോടും ഒരു സ്നേഹവും പരിഗണനയില്ല. അതുകൊണ്ട് മോളെ ഇനി അങ്ങോട്ട് വിടുന്ന പ്രശ്നമില്ല. പിന്നെ ആദർശമോ വന്ന് മോളെ കണ്ടിട്ട് പൊക്കോട്ടെ. പിന്നെ മോൾക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പോകാം, പക്ഷേ തിരിച്ചിങ്ങോട്ട് വരികയും ചെയ്യരുത്. ഞങ്ങളെ കാണാനും ശ്രമിച്ചേക്കരുത്. ഞങ്ങളെ വഴി വെച്ച് കണ്ടാൽ പോലും മിണ്ടാൻ ശ്രമിക്കരുത്. പിന്നെ കനകയും നന്ദുവും ചിലപ്പോൾ മോളോട് തിരിഞ്ഞ് നിന്ന് സംസാരിച്ചെന്നിരിക്കും, പക്ഷേ ഞാൻ ഇനി സംസാരിക്കത്തില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് നയനയ്ക്ക് അങ്ങ് ശരിക്കും ഷോക്കായി പോകുന്നുണ്ട്. അച്ഛനെന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. ഒരിക്കലും ഗോവിന്ദൻ മക്കളോട് ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ല. പിന്നെ ഈ വീട് മേടിച്ച് തന്നത് ആദർശല്ലേന്ന് നവ്യ പറയുന്നുണ്ടല്ലോ, അതൊക്കെ കാര്യം ശരിയായിരിക്കും. പക്ഷേ മോള് ആ കമ്പനിയിലെ മെയിൻ ഡിസൈനറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ലക്ഷങ്ങളാണ് അവർക്ക് കൂടുതൽ വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിന്നൊരു വീതം വെച്ച് ഈ വീട് മേടിച്ചതായിട്ട് ഞങ്ങൾ അങ്ങ് കരുതിക്കോളാം. അല്ലാതെ മോളെ ഇനി അങ്ങോട്ട് വിട്ടുള്ള ഒരു പരീക്ഷണത്തിന് ഞങ്ങൾ തയ്യാറല്ലെന്നൊക്കെ പറയും. അപ്പോഴത്തേന് ശരിക്കും കനകയും നന്ദു അങ്ങ് പേരണ്ട് നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. എന്തൊരു അഭിനയമാണ് ഗോവിന്ദൻ്റെ എന്നുള്ളതാണ് ഇവരുടെ ഒരു ഭാവങ്ങളൊക്കെ. അന്നേരം ഗോവിന്ദൻ പറയും, ഇനി എന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ മിണ്ടാൻ വന്നേക്കരുത് എന്നൊക്കെ പറയുന്ന ഉടനെ നയന പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുന്നില്ല അച്ഛാ. നിങ്ങളോട് സംസാരിക്കാനോ എന്നെ മിണ്ടാനോ ഒന്നും പറ്റത്തില്ലാത്ത സാഹചര്യം ഉണ്ടായാൽ പിന്നെ എനിക്ക് അവിടെ ചെന്നിട്ട് എന്ത് കിട്ടാനാ? കാരണം ഞാൻ പോകുന്നില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനങ്ങ് കടന്നു പോകും. അന്നേരത്തേന് നയനയോട് പറയുന്നുണ്ട് കനക, അച്ഛൻ ഇത്രയും ദേഷ്യപ്പെട്ട് ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അത്രയ്ക്കല്ലേ ഞങ്ങൾ അവിടെ വന്നപ്പോഴത്തേന് മോളെ ദേവയാനി അപമാനിച്ചത്. മോളോട് ഒരു തരി സ്നേഹം അവർക്കില്ലല്ലോ, അവരെന്തൊരു സാധനമാണ് എന്നിങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് ദേവയാനി അങ്ങ് കുത്തുകയാണ്. അന്നേരത്തേന് നയനയ്ക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട്. സത്യാവസ്ഥ ദേവയാനിക്ക് അറിയും, ദേവയാനിക്ക് ഒരുപാട് സ്നേഹമാണ് ഇവളെ എന്നുള്ള കാര്യം നയനയ്ക്കല്ലേ അറിയത്തുള്ളൂ. പക്ഷേ ഇവളുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ പുറത്ത് വരാൻ വേണ്ടി നന്ദുവും കനകയും ശരിക്കും എരിവ് കയറ്റി കൊടുക്കുന്നുണ്ട്. നന്ദുവും പറയും, അവരെന്തൊരു സ്ത്രീയാണ്, ഇങ്ങനെയൊക്കെ ആണോ മരുമോളോട് സ്നേഹം കാണിക്കേണ്ടത്? ഇവർ ഒരു സ്നേഹവും ചേച്ചിയോട് കാണിക്കുന്നില്ല, അതുകൊണ്ട് ചേച്ചി ഇനി അങ്ങോട്ട് പോവുകയേ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് നന്ദു ഭാഗത്തോട്ട്. കനകയപ്പോൾ പറയുന്നുണ്ട്, മോളെ അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ, ദേവയാനി ഇനിയും വന്ന് സ്നേഹത്തോടെ മോളെ വിളിച്ചാൽ മാത്രമേ മോളെ ഇനി അങ്ങോട്ട് വിടുന്നുള്ളെന്ന്. മോൾക്ക് അവിടെ ഒരു മരുമകളുടെ സ്ഥാനം കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളിനി മോളെ അങ്ങോട്ട് വിടുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളെന്നും പറഞ്ഞിട്ടാണ് കനക പോകുന്നത്. അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത കാര്യം അബിയോട് നവ്യെ വിളിച്ച് പറയുന്നുണ്ട്. അബി അത് കേട്ട പാതി കേൾക്കാത്ത പാതി ജലജയോട് വന്ന് പറയുന്നുണ്ട്. അമ്മയ്ക്ക് ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിക്കുന്നത്. അത് കേൾക്കുമ്പോഴത്തേന് ജലജയ്ക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അതും കേട്ടോണ്ടാണ് അങ്ങോട്ട് ജാനകിയും വരുന്നത്. അപ്പം ജാനകിയും ചോദിക്കും, സത്യമാണോടാ, ശരിക്കും അവളിനി ഇങ്ങോട്ട് വരുന്നില്ലെന്ന് ഉറപ്പാണോ? ഇനി അവൾ വരാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മരുമോക്ക് ഇവിടെ സന്തോഷത്തോടെ വന്ന് താമസിക്കാമല്ലോ. അവളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പക്കാരി, ബുദ്ധിജീവിയല്ലേ അവൾ. അതുകൊണ്ട് ഈ വീട്ടിലെ പലരെയും കയ്യിലെടുത്തിരിക്കുന്നതും അവളാണ്. അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നൊക്കെയാണ് ജാനകി പറയുന്നത്. എന്നാലും അമ്മായി ഇനി സ്നേഹത്തോടെ ചെന്ന് വിളിച്ചാൽ മാത്രമേ ഏട്ടത്തിയെ ഇങ്ങോട്ട് വിടുന്നുള്ളെന്നാണ് എൻ്റെ അമ്മായിയപ്പം പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അബി. അത് കേൾക്കുമ്പോൾ തന്നെ ജലജ പറയും, എന്തായാലും ഏട്ടത്തി ഇനി അതിന് വേണ്ടിയിട്ടൊന്നും ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ജാനകി പറയുന്നത്, ആദർശം എന്ന് പറഞ്ഞാൽ ഏട്ടത്തിക്ക് ഭയങ്കര ജീവനാണ്. അവന് വേണ്ടി ചിലപ്പം ഏട്ടത്തി എന്ന് അവളെ വിളിച്ചുകൊണ്ട് വരാൻ സാധ്യതയുണ്ടെന്ന് പറയും. എന്നാൽ സ്നേഹത്തോടെ വിളിച്ചാൽ മാത്രമേ വരത്തുള്ളെന്നല്ലേ പറഞ്ഞെന്ന് പറയും. ഇനി എങ്ങനെയാ ഏട്ടത്തി അവളെ ഇനി സ്നേഹിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഏട്ടത്തിക്ക് ആദർശിന് വേണമല്ലോ, അതിനുവേണ്ടി ചിലപ്പോൾ ഏട്ടത്തി സ്നേഹിച്ചെന്നൊക്കെ ഇരിക്കുമെന്ന് ജലജയോട് ജാനകി പറയും. പിന്നെ ഇവിടെ ജയേട്ടനും അജയനും അതുപോലെ മുത്തശ്ശനും മുത്തശ്ശി എല്ലാവരും ചെന്ന് പറയുമല്ലോ ഏട്ടത്തിയോട് അവളെ സ്നേഹത്തോടെ ചെന്ന് വിളിക്കണമെന്ന്. അതുകൊണ്ട് ഏട്ടത്തി ചിലപ്പോൾ അവർക്കൊക്കെ വേണ്ടി ചെന്നപ്പോൾ വിളിച്ചെന്നൊക്കെ ഇരിക്കുമെന്നൊക്കെയാണ് ജലജ പറയുന്നത്. എന്തായാലും നമ്മൾ ഏട്ടത്തിയെ മാക്സിമം ചൂടാക്കണം. ഏട്ടത്തി ഒരിക്കലും അവളെ ചെന്ന് വിളിക്കാതിരിക്കാൻ വേണ്ടി തിളപ്പിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ മരുമോളെ സ്നേഹത്തോടെ ഇവിടെ നോക്കി ഇരിക്കാമല്ലോ. ഇനി എന്തായാലും ഈ കാര്യം എൻ്റെ മരുമോളോട് ഞാനൊന്ന് വിളിച്ച് പറയട്ടെ, മോളൊന്ന് സന്തോഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ജാനകി അങ്ങ് പോവും. അത് കാണുമ്പോഴത്തേന് പിന്നെ ജലജ അബിയോട് പറയുന്നുണ്ട്, അവളുമാർ രണ്ടുപേരും ഇങ്ങോട്ട് വരാതിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇനി ഇവളുടെ മരുമോളൂടെ ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു. അവളും താമസിയാതെ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളും. അങ്ങനെയാണെങ്കിലും നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും. എന്നാലും നിനക്കെന്താ ഇത്രമാത്രം ടെൻഷൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജലജ. അത് പിന്നെ ഇപ്പോൾ ചെറിയൊരു ഭാരമല്ലേ ഇറങ്ങിപ്പോയുള്ളൂ, പക്ഷേ കൊടുങ്കാറ്റാണ് വന്ന് കയറിയിരിക്കുന്നത് എന്ന് മാത്രം അമ്മ വിചാരിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയണ്ട എന്ന് പറഞ്ഞിട്ട്
അഭി അങ്ങ് പോകും. കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും അഭി എന്തോ ഊരാക്കെടുക്കി ചെന്ന് പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ജലജയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാലും എന്തായിരിക്കും എന്നുള്ളൊരു ചിന്തയുണ്ട് ജലജയ്ക്ക്. ജാനകി പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. എന്തായാലും അവളുമാരിനി അവിടെ തന്നെ നിന്നോളുമല്ലോ എന്നൊക്കെ. എന്നാൽ രേവതി പറയുന്നുണ്ട് ചിലപ്പം ദേവയാനി എന്ന് വിളിക്കാൻ സാധ്യതയുണ്ട്, ആദർശിന് വേണ്ടി വിളിക്കേണ്ടി വന്നാൽ വിളിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം ശരിക്കും അനാമികയും പറയുന്നുണ്ട് ശരിയാണ്, ആദർശേട്ടൻ അവളെന്ന് പറഞ്ഞ ജീവനാ, ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റത്തില്ലാത്തതാണ്. അപ്പം മകൻ്റെ ബുദ്ധിമുട്ട് കാണുമ്പോഴത്തേന് മിക്കവാറും വല്യമ്മ ചെന്ന് അവളെ വിളിച്ചുകൊണ്ട് വരുമെന്ന് പറയും. പിന്നെ അവളെ അങ്ങനെ മാറ്റി നിർത്താനൊന്നും പറ്റത്തുമില്ല. അവൾ കമ്പനിയിലെ മെയിൻ ഡിസൈനറല്ലേ, അവൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവളെ കുത്തിക്കൊണ്ട് പോകാൻ ഇഷ്ടം പോലെ കമ്പനിക്കാർ വരും. അതും ബുദ്ധിമുട്ടാണ്. അത് കാരണം അവളെ മാക്സിമം ഇവരെല്ലാവരും കൂടി കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ വേണു പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് എല്ലാവരെയും ചൂട് പിടിപ്പിച്ച് അവളെ കൊണ്ടുവരാതിരിക്കാനായിട്ട് നോക്കണം എന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ എന്തായാലും താമസിയാതെ അവിടെ നിന്ന് ഇറങ്ങും. അതിനു മുമ്പ് ഇവളുമാരെ രണ്ടിനെ അവിടെ നിന്ന് ഇറക്കണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് അനാമിക പറയുമ്പോഴത്തേന് വേണു പറയുന്നുണ്ട് അതൊക്കെ കാര്യം ശരിയാണ്, പക്ഷേ നമുക്ക് കിട്ടാനുള്ള എല്ലാ ഇതും നമ്മൾ മേടിച്ചെടുക്കണം. അതിനുവേണ്ടി നീ ആ വീട്ടിലേക്ക് ചെന്ന് താമസം തുടങ്ങണം എന്നൊക്കെ രീതിയിലാണ് വേണുവും രേവതിയും പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനൊരു സംഭവം നടന്ന കാര്യം ദേവയാനി അറിഞ്ഞില്ല കേട്ടോ. അന്നേരം ജലജ അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കേട്ടായിരുന്നോ ഏട്ടത്തി ഇനി അവളെ അവിടെ ചെന്ന് വിളിക്കണമെങ്കിൽ സ്നേഹത്തോടെ വിളിക്കണമെന്നാണ് അവിടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മുതലെടുക്കാൻ തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നതൊക്കെ പറയും ജലജ. എന്താണ് സംഭവമെന്ന് ശരിക്കും ദേവയാനി അന്നേരമാണ് തിരക്കുന്നത്. അന്നേരം പറയും ഗോവിന്ദൻ പറഞ്ഞിരിക്കുക ഇനി ഏട്ടത്തി എന്ന് അവരുടെ കാല് പിടിച്ചാൽ മാത്രമേ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടത്തുള്ളൂ. അതുപോലെ തന്നെയല്ല സ്നേഹത്തോടെ വിളിക്കണം, ഈ വീട്ടിൽ അവൾക്കൊരു മരുമകളുടെ സ്ഥാനം കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അഭിയോട് ഇപ്പം നവ്യ വിളിച്ച് പറഞ്ഞതാണെന്നൊക്കെ പറയും. അന്നേരത്തേനുടനെ ദേവയാനി പറയുന്നുണ്ട് പിന്നെ എൻ്റെ പട്ടി പോകും, അതിനൊക്കെ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല അവരെയൊന്നും കാല് പിടിക്കാനെന്നൊക്കെ. അതെനിക്കറിയാം ഏട്ടത്തി, അതുകൊണ്ട് അല്ലേ ഞാനിത് വന്ന് പറഞ്ഞ് ഏട്ടത്തി ഒരിക്കലും പോകരുത്, മരുമോൾ അവിടെ നിന്നോട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേന് ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട് നീയൊന്ന് പോ, എനിക്ക് എൻ്റെ മരുമോളെ കാണാതിരിക്കാൻ പറ്റത്തില്ല, അതിനുവേണ്ടി ഞാൻ അവളെ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന്. അവളിപ്പോൾ ഈ കമ്പനിയിലെ മെയിൻ ഡിസൈനറൊക്കെ അല്ലേ, അപ്പോൾ ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ അവളെ അവിടെ നിർത്തിയാൽ അവൾക്ക് വേറെ കമ്പനിയിലൊക്കെയാണ് ജോലി കിട്ടിയാലും നല്ല ലക്ഷങ്ങളുടെ വരുമാനം കിട്ടുമല്ലോ എന്നൊക്കെ ആ ഗോവിന്ദൻ അറിയാം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ അവളെ പിടിച്ച് അവിടെ നിർത്താൻ നോക്കുന്നത്. അതുകൊണ്ട് ഏട്ടത്തി അവളെ വിളിക്കാനൊന്നും പോവുകയേ വേണ്ട, അവൾ പോകുന്നെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിലാണ് ജലജ പറയുന്നത്. പക്ഷേ ആ സമയത്ത് അതിനോടൊക്കെ സപ്പോർട്ട് ചെയ്തുള്ള പരുവത്തിലൊക്കെ പറയുന്നുണ്ട് ദേവയാനിയെങ്കിലും ദേവയാനിക്ക് ആകെ ടെൻഷനാണ്. ഇനി കനകയും ഗോവിന്ദനൂടെ നയനെ അവിടെ പിടിച്ചു നിർത്തുമോ, ഇനി തിരിച്ചു വിടാതിരിക്കുമോ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങ് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ദേവയാനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.